നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നതിന് പിന്നിൽ TVK അല്ല, DMK ആണ്. ഒരു ജില്ലയിലെ മുഴുവൻ പോലീസുമായിരിക്കും DMK യോഗങ്ങൾക്ക് സുരക്ഷയ്ക്കായി എത്തുന്നത്. പക്ഷേ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ 500 പോലീസോ? പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് സുരക്ഷ കുറച്ച് മനഃപൂർവ്വം ദുരന്തങ്ങൾ വരുത്തിവെക്കാനായി വഴിയൊരുക്കി കൊടുക്കുകയാണ് DMK സർക്കാർ, തമിഴ്നാട് സർക്കാർ എന്നാണ് നിലവിൽ ആരോപണം ഉയരുന്നത്. കരൂരിൽ TVK നേതാവ് വിജയ് പങ്കെടുത്ത റാലിയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 40ഓളം പേർ മരിച്ച സംഭവത്തിൽ നിരവധി ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിഷയത്തിൽ തമിഴ്നാട് മുൻ BJP പ്രസിഡന്റായിട്ടുള്ള K. അണ്ണാമലൈ DMK-യാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ശരിയായി വിലയിരുത്തുക, അതിനനുസരിച്ചൊരു വേദി അനുവദിക്കുക, പരിപാടിയിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക, ഇതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അണ്ണാമലൈ പറയുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഭരണകക്ഷിയായ DMK പക്ഷപാതം കാണിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. DMK അംഗങ്ങൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഒരു ജില്ലയിലെ മുഴുവൻ പോലീസിനെയും വിന്യസിക്കുന്ന DMK സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവഗണിക്കുന്നത് ഒരു പതിവായിരിക്കുന്നുവെന്നാണ് അണ്ണാമലൈ കുറ്റപ്പെടുത്തുന്നത്. സുരക്ഷാ നടപടികളുടെ അപര്യാപ്തതയും വൈദ്യുതി തടസ്സവും തിക്കിലും തിരക്കിലും പെട്ടതിന് പിന്നിലുണ്ടോ എന്ന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJP നേതാവ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിൽ എന്തായിരുന്നാലും കർശന നടപടി സ്വീകരിക്കണമെന്നും ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വാർത്ത വരുമ്പോൾ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ആളുകൾ മരിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ അത് തിക്കും തിരക്കും കാരണമല്ല, ക്രൗഡ് ക്രാഷ് എന്ന ഒരു വിഷയത്താലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയ വശം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചതുരശ്ര മീറ്ററിൽ 6-7 ആളുകളാണ് പരമാവധി നിൽക്കുന്നത്. അങ്ങനെ തങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന കംപ്രസീവ് ആസ്ഫിക്സിയ അതുമൂലമാണ് ഈ അപകടം സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, ഓക്സിജൻ മതിയായ രീതിയിൽ കിട്ടാതെ വരും, കുഴഞ്ഞു വീഴും, മരണപ്പെടും. ഇതുകൊണ്ടാണ് തിക്കിലും തിരക്കിലും അകപ്പെട്ട ആളുകൾ മരിക്കുന്നുവെന്ന തലക്കെട്ടുകൾ ശ്രദ്ധേയമായി കാണുന്നത്. ശരിക്കും ഈ മരണപ്പെട്ടവരാരും തന്നെ തിക്കിലും തിരക്കിലുമൊന്നും അകപ്പെട്ട് ആളുകളുടെ ചവിട്ടുകൊണ്ടോ തൊഴി കൊണ്ടോ ഒന്നും മരിച്ചവരല്ല, മറിച്ച് ശ്വാസം എടുക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി മരിച്ചവരാണ്. അമിതമായ തിരക്ക് കാരണം ജനസാന്ദ്രത കൂടുമ്പോൾ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ശക്തമായൊരു മർദ്ദം, അതുതന്നെയാണ് ഈ ശ്വാസം മുട്ടലായി പറയുന്നത്. അത് മരണകാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പരിപാടിയിലോ സിനിമ മറ്റു മേഖലയിലുള്ളവർ പ്രവർത്തിക്കുന്ന പരിപാടിയിലോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നത്. കേരളത്തിലും സമാനമായ പല വിഷയങ്ങളും ഈ അടുത്ത് നമ്മളേവരും കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 5 ഇരട്ടിയിലധികം ആളുകളെത്തി. എന്നിട്ടും ആ റാലിക്ക് എങ്ങനെ അനുമതി ലഭിച്ചു? ഹൈക്കോടതി ഉത്തരവടക്കം നിലനിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, ഒരാഴ്ച മുന്നേ ഹൈക്കോടതി പറഞ്ഞതുപോലും പ്രാവർത്തികമാക്കാതെയാണ് ഈ വലിയ വിപത്തിനെ വിജയ് വിളിച്ചു വരുത്തിയതെന്ന് വേണം പറയേണ്ടത്. 10,000 പേർക്ക് അനുമതി കൊടുത്തെങ്കിലും 50,000-ഓളം പേർ അവിടെ എത്തിയെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ശരിക്കു പറഞ്ഞാൽ 2 ലക്ഷത്തോളം പേരെത്തിയെന്നാണ് പിന്നീട് ലഭിക്കുന്ന കണക്കും. 500 പോലീസുകാരായിരുന്നു അവിടെ സുരക്ഷയ്ക്കായി എത്തിയത്. 50,000 പേർക്ക് 500 പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ കണക്ക് കൂട്ടുക എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതുകൂടാതെ രാവിലെ 10 മണി മുതൽ ഇവിടെ ആളുകൾ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയ നടനെയും ജനനേതാവിനെയും കാണാനായി കാത്തിരുന്നു. വിജയ് പരിപാടിക്ക് മണിക്കൂറുകൾ വൈകിയായിരുന്നു എത്തിയത്. കൊടും പൊരിവെയിലത്ത് ആളുകൾ അവിടെ കാത്തുനിന്നു. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ വിജയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്നു തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ തീവ്രത ഇത്രയധികം വർദ്ധിപ്പിച്ചത്. ചൂടും കാലതാമസവും കാരണം പലരും ബോധം കെട്ട് വീണു, ശ്വാസം കിട്ടാതായി, ശ്വാസം മുട്ടി മരിച്ചു. ഇതൊരു അപകടമല്ല, മറിച്ചൊരു കുരുതിയായിരുന്നു എന്ന് വേണം പറയേണ്ടത്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല കോണിൽ നിന്നും നടൻ വിജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വിജയെ അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്വത കാണിക്കണം, കൃത്യമായൊരു ഏകോപനം ഉണ്ടാകണം, ഒരു മര്യാദ ഉണ്ടാകണം. ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. DMK അടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം ഈ അറസ്റ്റ് നടപടിയിലേക്ക് എങ്ങനെ കടക്കാമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ റാലി പാതിയിൽ വെച്ച് അവസാനിപ്പിച്ച ആ മേഖല തന്നെ വിജയ് വിട്ടുപോയി എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിച്ചത്. ചെന്നൈയിലേക്ക് ഉടൻ തന്നെ വിമാനം പിടിച്ച് നാട് വിടുകയായിരുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വിമാനമാർഗം വിജയ് മടങ്ങി. പോലീസ് എന്തായിരുന്നാലും TVKക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്.
റാലിയുടെ മുഖ്യ സംഘാടകനായ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ VP മതിയഴകനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 4 വകുപ്പ് ചുമത്തിയാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം 109, കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ 110, മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി 125B, അധികൃതർ നൽകിയ ഉത്തരവ് പാലിക്കാതിരിക്കൽ 223 എന്നീ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. കരൂർ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ തന്നെ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് കൊടുത്ത നിർദ്ദേശമടക്കം ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു പൊതുയോഗമോ മറ്റു പരിപാടിയോ സംഘടിപ്പിച്ചാൽ അവരിൽ നിന്നും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുക, പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടി ആ തുക വിനിയോഗിക്കാം. സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യാഴാഴ്ചയായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. മദ്രാസ് ഹൈക്കോടതി വിജയുടെ തമിഴക വെട്രിക്കഴകം TVK തങ്ങളുടെ പ്രചാരണ പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നതിൽ വിവേചനം നേരിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഹർജി കൊടുത്തപ്പോൾ അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണം പങ്കുവച്ചത്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കിടെ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായ പലവിധ സംഭവങ്ങളുണ്ട്. അത് കണക്കിലെടുത്ത് ഇരകൾക്ക് നഷ്ടപരിഹാരം കിട്ടാൻ ഏറെ വിരളമായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ വസ്തുത പരിഹരിച്ചാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുന്നതെന്നാണ് പറഞ്ഞത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ നടത്തിയത് മൂലമുണ്ടായ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഈ ക്രൗഡ് ക്രാഷിന് കാരണമായിട്ടുള്ളത്. ഇതിനു പുറമെ ഈ ചൂടും കാലതാമസവും ആളുകളുടെ ക്ഷമ നശിപ്പിച്ചതും ആൾക്കൂട്ടെ അസ്ഥിരമാക്കാനും കാരണമായിട്ടുണ്ട്. സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. മരിച്ചതിൽ 1.5 വയസ്സുകാരനും 2 ഗർഭിണികളും ഉണ്ടെന്നുള്ള ഹൃദയഭേദകമായ വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 3 പേരാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 8 മണിയോടെയാണ് കരൂരിൽ വെച്ച് വിജയുടെ റാലിക്കിടയിൽ തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. 6 മണിക്കൂർ വൈകി വിജയ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. കരൂർ ദുരന്തത്തിൽ 17 സ്ത്രീകളും 5 പെൺകുട്ടികളും 4 ആൺകുട്ടികളും ഉൾപ്പെടെ 39 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് പോയ ഒരാൾ കൂടി മരണപ്പെട്ടു. അങ്ങനെ ആകെ മൊത്തം 40 പേർ മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 111-ലധികം ആളുകൾ ചികിത്സയിൽ തുടരുന്നു. 50 പേർ കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 61 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും നൽകും. അതുപോലെ വിജയും പ്രഖ്യാപിച്ചിരിക്കുന്നു 20 ലക്ഷം രൂപ വീതം മരണപ്പെട്ടവർക്ക് നൽകുമെന്ന്. സർക്കാർ എന്തായിരുന്നാലും ശക്തമായ നടപടി ഇതിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴക വെട്രിക്കഴകം നേതാക്കൾ തന്നെയാണ് പ്രധാന പ്രതികൾ. ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് അടക്കമുള്ള പല നേതാക്കളും ഒളിവിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുരന്തത്തിന് ശേഷം വിജയ് സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങുന്നത് വരെ ഈ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ ഒളിവിലേക്ക് പോവുകയായിരുന്നു. you